ബൈബിൾ വചനം പ്രദർശിപ്പിച്ച് ക്രിസ്തീയ സാക്ഷ്യവുമായി പ്രീമിയർ ലീഗ് താരം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരത്തിൽ ഗോൾ നേട്ടത്തിന് പിന്നാലെ ജേഴ്സിയിലെ ക്രിസ്തീയ വിശ്വാസവും ബൈബിൾ വചനവും കാണികൾക്കു മുന്നിൽ പ്രദർശിപ്പിച്ച് പ്രീമിയർ ലീഗ് താരത്തിന്റെ സാക്ഷ്യം. തൈവോ അവോനി എന്ന നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ടീമിന്റെ താരം ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് നടത്തിയ സമർപ്പണം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പങ്കുവയ്ക്കപ്പെടുകയാണ്. ശനിയാഴ്ച വെസ്റ്റ് ഹാമിനെതിരെ നടന്ന മത്സരത്തിലെ ഗോൾ നേട്ടത്തിന് പിന്നാലെയാണ് അദ്ദേഹം തന്റെ ജേഴ്സിയിലൂടെ അനേകരുടെ ശ്രദ്ധയാകർഷിച്ചത്. കത്തോലിക്ക ഗ്രൂപ്പുകളിൽ നുഴഞ്ഞുകയറി ക്രൈസ്തവരെ കെണിയിൽ അകപ്പെടുത്താൻ ഗൂഢശ്രമവുമായി വ്യാജ സൈറ്റുകൾ. കത്തോലിക്ക മാധ്യമങ്ങളുടെയും പ്രസിദ്ധീകരണങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നുഴഞ്ഞുകയറി വിശ്വാസികളെ വ്യാജ സൈറ്റുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സാമ്പത്തിക ചൂഷണം നടത്താൻ ഗൂഢശ്രമമെന്ന റിപ്പോർട്ട്. ഗ്രൂപ്പ് ഇൻവിറ്റേഷൻ ലിങ്ക് ഉപയോഗിച്ച് കത്തോലിക്ക ഗ്രൂപ്പുകളിൽ നുഴഞ്ഞുകയറുന്ന ഇവർ ചില ആളുകളെ ടാർഗറ്റ് ചെയ്യുകയും അവരെ വ്യക്തിപരമായി ബന്ധപ്പെടുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതോടെയാണ് തട്ടിപ്പിന് ആരംഭമാകുന്നത്. സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുമുള്ള നമ്പറുകളാണ് ഇവർ ഇതിനായി ഉപയോഗിക്കുന്നത്. ഇറാനിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള വേട്ടയാടൽ തുടർക്കഥ. തീവ്ര ഇസ്ലാമിക ഭരണമുള്ള ഇറാനിൽ കഴിഞ്ഞ വർഷം ക്രൈസ്തവർ വലിയ രീതിയിലുള്ള മതപീഡനത്തിന് ഇരയായതായി റിപ്പോർട്ട്. ആർട്ടിക്കിൾ 18, ക്രിസ്ത്യൻ സോളിഡാരിറ്റി വേൾഡ് വൈഡ്, ഓപ്പൺ ഡോർസ്, മിഡിൽ ഈസ്റ്റ് കൺസേൺ എന്നീ സംഘടനകൾ സംയുക്തമായി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ബൈബിൾ കൂടുതലായി കൈവശം വച്ചതിന് വരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നത്. 3 അറസ്റ്റുകളും ബൈബിളിന്റെ 1-ലധികം കോപ്പികൾ കൈവശം വച്ചിരുന്ന വ്യക്തികളെ ലക്ഷ്യമിട്ടായിരുന്നുവെന്നാണ് കണക്ക്. നോമ്പുകാല ധ്യാനത്തിനായി റോമൻ കുരിയ പാപ്പയ്ക്കൊപ്പം. റോമൻ കുരിയയിലെ അംഗങ്ങളും മാർപ്പാപ്പയും ചേർന്നുള്ള നോമ്പുകാല ധ്യാനം ആരംഭിച്ചു. ഫെബ്രുവരി 19 ആരംഭിച്ച ധ്യാനം 5 ദിവസം നീളും. കഴിഞ്ഞ വർഷങ്ങളിലെന്ന പോലെ പൊന്തിഫിക്കൽ ഭവനത്തിന്റെ പ്രാസംഗികനായ കർദിനാൾ കാന്തലാമേസയാണ് ഈ വർഷവും ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നത്. ധ്യാനത്തിന്റെ ഈ വാരത്തിൽ വത്തിക്കാൻ വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്ന സമൂഹ മാധ്യമങ്ങളിലൂടെ കർദിനാൾ കാന്തലാമേസയുടെ 1 മിനിറ്റ് ദൈർഘ്യമുള്ള ധ്യാനചിന്തയും വിശ്വാസികൾക്കായി നൽകും. ബാംബിനോ ജേസു പാപ്പയുടെ ആശുപത്രിയായിട്ട് 100 വർഷങ്ങൾ പിന്നിടുന്നു. കുട്ടികൾക്കു വേണ്ടിയുള്ള റോമിലെ ഇൻഫൻസ് ജീസസ് ആശുപത്രി പാപ്പയുടെ ആശുപത്രിയായി മാറിയിട്ട് ഫെബ്രുവരി 20 100 വർഷങ്ങൾ പൂർത്തിയായി. 1924 ഈ ആശുപത്രി അതിന്റെ ഉടമസ്ഥരായ സാൽവിയാത്തി കുടുംബം വത്തിക്കാന് കൈമാറിയത്. 1869 9-ാം പിയൂസ് മാർപ്പാപ്പയുടെ സഹായത്തോടെ അവർ നിർമ്മിച്ചതായിരുന്നു ഈ ആശുപത്രി. കുട്ടികൾക്കു വേണ്ടിയുള്ള യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രിയും റിസർച്ച് സെന്ററുമാണ് റോമിലെ ബാംബിനോ ജേസു.